ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആനുകാലിക ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ചോദ്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം 2022-23 നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര, മികച്ച ഗ്രാമപഞ്ചായത്ത് മണീട്, മികച്ച മുനിസിപ്പാലിറ്റി പൊന്നാനി, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട്, മികച്ച ഗ്രാമപഞ്ചായത്ത് മണീട് എറണാകുളം, മികച്ച മുനിസിപ്പാലിറ്റിയാണ് പൊന്നാനി മലപ്പുറം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരവുമാണ്. 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായതാരാണ്? അത് സുബിൻ അമ്പിത്തറയിലാണ്. കാവ്യസമാഹാരം ഉച്ചാന്തല മേലെ 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായതാണ് സുബിൻ അമ്പിത്തറയിൽ. നെക്സ്റ്റ് ചോദ്യം, പി ഭാസ്കരൻ ഫൗണ്ടേഷൻ്റെ 2024 പി ഭാസ്കരൻ ജന്മ ശതാബ്ദി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് രാഘവൻ. പി ഭാസ്കരൻ ഫൗണ്ടേഷൻ്റെ 2024 പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചത് രാഘവൻ. ഇനി തപസ്യ കലാസാഹിത്യവേദിയുടെ 14ാമത് സഞ്ജയൻ പുരസ്കാരം നേടിയത് MGS നാരായണൻ. അടുത്തത്, കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് M. മുകുന്ദനാണ്. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് M. മുകുന്ദൻ. പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം 2024 നേടിയത് T. പത്മനാഭനാണ്. പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം T. പത്മനാഭൻ. പ്രഥമ ഇന്നസെൻ്റ് പുരസ്കാരം ഇടവേള ബാബുവിനാണ്. പ്രഥമ ഇന്നസെൻ്റ് പുരസ്കാരം നേടിയതാണ് ഇടവേള ബാബു. അടുത്തത്, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2024 സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ പെരുമലയൻ എന്ന കൃതി രചിച്ചതാരാണ്? അത് MV ജനാർദ്ദനനാണ്. പെരുമലയൻ രചിച്ചത് MV ജനാർദ്ദനാണ്. അടുത്തത്, കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 3ാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തുളസീവനം R. രാമചന്ദ്രൻ നായർ. SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹമായത് KP രാമനുണ്ണി. കൃതി ഹൈന്ദവം. SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരമാണ് KP രാമനുണ്ണി. കൃതി ഹൈന്ദവം. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ വിഖ്യാത ഒഡിയ എഴുത്തുകാരിയാണ് പ്രതിഭ റായിയാണ്. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹമായതാണ് പ്രതിഭ റായിയാണ്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവാണ് ദുർഗാ പ്രസാദ്. രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരം രചിച്ച ദുർഗാ പ്രസാദ്. 2024 പത്മപ്രഭാ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദാണ്. 2024 പത്മപ്രഭാ പുരസ്കാരത്തിന് അർഹനായതാണ് റഫീഖ് അഹമ്മദ്. കമുകറ ഫൗണ്ടേഷൻ്റെ കമുകറ സംഗീത പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകനാണ് ജെറി അമൽദേവ്. കമുകറ ഫൗണ്ടേഷൻ്റെ കമുകറ സംഗീത പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകനാണ് ജെറി അമൽദേവ്. അടുത്തത്, സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായത് പ്രഭാവർമ്മ. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് നേടിയ മലയാള നടിയാണ് ഷീല. അടുത്തത്, MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 2023 ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് S. സോമനാഥനാണ്. SRO ചെയർമാൻ S. സോമനാഥനാണ്. പശ്ചിമബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടനാണ് ജഗതി ശ്രീകുമാർ. പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ്
ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടനാണ് ജഗതി ശ്രീകുമാർ. മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയതാണ് ഗ്രേസി. പെൺകുട്ടിയും കൂട്ടരും എന്നുള്ളതാണ്. പെൺകുട്ടിയും കൂട്ടരും. അടുത്തത് 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2023. മികച്ച ചിത്രം കാതൽ ദിക്കോർ. മികച്ച നടൻ പൃഥ്വിരാജ്. മികച്ച നടി ഉർവശി. പിന്നെ ബീന ആർ ചന്ദ്രനും. ഉർവശിയുടെ ഉള്ളൊഴുക്ക്, ബീനയുടെ തടവ്. മികച്ച നടൻ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം. മികച്ച ചിത്രം കാതൽ ദിക്കോർ. മികച്ച സംവിധായകൻ ബ്ലസ്സി. ആടുജീവിതം. രണ്ടാമത്തെ ചിത്രം ഇരട്ട. മികച്ച സ്വഭാവ നടിയാണ് ഗ്രീഷ്മ ചന്ദ്രൻ. മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ. മികച്ച തിരക്കഥ ആടുജീവിതം. മികച്ച തിരക്കഥാകൃത്ത് രോഹിത് MG കൃഷ്ണ. ഇരട്ട. പിന്നണി ഗായകൻ വിദ്യാധരൻ. പിന്നണി ഗായിക ആൻ ആമി. മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ്. മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹൻ. മികച്ച ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി. മികച്ച ബാലതാരം അവ്യക്ത് മേനോൻ. മികച്ച ബാലതാരം പെണ്ണ് തെന്നൽ. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ. മലയാള സിനിമ കിഷോർ കുമാർ. മികച്ച ചലച്ചിത്ര ലേഖനമാണ് ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ. പിന്നെ സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പരാമർശം ശാലിനി ഉഷാദേവി. അപ്പം മികച്ച ചിത്രം കാതൽ ദിക്കോർ, ജിയോ ബേബി. നെക്സ്റ്റ് മികച്ച നടൻ പൃഥ്വിരാജ് ആടുജീവിതം. മികച്ച നടി ഉർവശി ഉള്ളൊഴുക്ക്. ബീന ചന്ദ്രൻ തടവ്. സംവിധായകൻ ബ്ലസ്സി ആടുജീവിതം. രണ്ടാമത്തെ ചിത്രം ഇരട്ട. സ്വഭാവ നടി ഗ്രീഷ്മ ചന്ദ്രൻ പെമ്പുള്ള ഒരുമൈ. മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ പൂക്കാലം. മികച്ച തിരക്കഥ ആടുജീവിതം ബ്ലസ്സി. മികച്ച തിരക്കഥാകൃത്ത് രോഹിത് MG കൃഷ്ണൻ ഇരട്ട. മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ. മികച്ച പിന്നണി ഗായിക ആനാമി. മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ചാവേർ. മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹൻ. മികച്ച ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടിയും ശരത് മോഹൻ. ആടുജീവിതം. മികച്ച ബാലതാരം ആണ് അവ്യക്ത് മേനോൻ. പാച്ചുവും അത്ഭുത വിളക്കും. പിന്നെ മികച്ച ബാലതാരം പെണ്ണ് തെന്നൽ. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ. മലയാള സിനിമ കിഷോർ കുമാർ. മികച്ച ശബ്ദമിശ്രണം ചലച്ചിത്ര ലേഖനം ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ. ഡോക്ടർ രാജേഷ് MR. സ്ത്രീ ജെൻഡറിന് കൊടുക്കുന്ന പ്രത്യേക പരാമർശം ശാലിനി ഉഷാദേവി. അടുത്തത് നാടകൃത്തും നോവൽ സമ്മാന ജേതാവായ ഹറോൾഡ് പിൻ്റൻ്റെ സ്മരണാർത്ഥം നൽകുന്ന പെൻ പിൻ്റർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ്. പെൻ പിൻ്റർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ്. അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകൻ BRP ഭാസ്കറിൻ്റെ ആത്മകഥയാണ് ന്യൂസ് റൂം. ഒരു മാധ്യമപ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ. ന്യൂസ് റൂം ഒരു മാധ്യമപ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ. അടുത്തത് P. കേശവദേവ് ട്രസ്റ്റിൻ്റെ 20ാമത് P. കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാണ് അടൂർ ഗോപാലകൃഷ്ണൻ. P. കേശവദേവ് ട്രസ്റ്റിൻ്റെ P. കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹമായതാണ് അടൂർ ഗോപാലകൃഷ്ണൻ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനാണ് KG പൗലോസ്. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചതാണ് ഉണ്ണി അമ്മയമ്പലം നോവൽ അൽഗോരിതങ്ങളുടെ നാട്. അപ്പോൾ 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിന് കിട്ടിയിരിക്കുന്നത് ഉണ്ണി അമ്മയമ്പലം. അവരുടെ നോവലാണ്. നോവലിൻ്റെ പേര് അൽഗോരിതങ്ങളുടെ നാട്. തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരനാണ് MN കാരശ്ശേരിയാണ്. MN കാരശ്ശേരി. ബഷീർ അമ്മ മലയാളം മലയാള സാഹിത്യ കൂട്ടായ്മയുടെ ബഷീർ അമ്മ മലയാള പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരിയാണ് KA ബീന. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹമായതാണ് മോഹൻലാൽ. മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതാണ് കൽപ്പറ്റ നാരായണൻ തിരഞ്ഞെടുത്ത കവിതകൾ. മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതാണ് ഹരിദാസ് സാവിത്രി നോവൽസ്. ഇത്രയും കണ്ടന്റുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.